ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് എരിയുടെ അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല, കുറച്ച് ചാട്ട് മസാലയും കുറച്ച് ആംചൂർ പൊടി, മാങ്ങ ഉണക്കി പൊടിച്ചതിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റ് പോലെ പരത്തിയെടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇതേപോലെ ആദ്യം ഉരുട്ടിയെടുത്തിട്ട് ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ആദ്യം ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഈ ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഇതേപോലെ എല്ലാതും ഷേപ്പാക്കിയെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീ കുറയ്ക്കാതെ തന്നെ നല്ല തീയിൽ തന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് ഒന്ന് ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല സോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇനി ഇതേപോലെയൊക്കെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്. താങ്ക് യു.